ഞാൻ കോഴിക്കോട് കറക്കമെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന ഒരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് യാത്ര. അപ്പോൾ അതിലെ ഡ്രൈവർക്ക് വഴിയിൽ ചെറിയ പ്രശ്നം. കൃത്യമായിട്ട് പുള്ളിക്ക് പോകേണ്ട വഴികൾ അറിയാൻ പാടില്ല. അപ്പോൾ കുറേ പേരോട് മുമ്പിലിരുന്ന ആൾക്കാരോട് പുള്ളി ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് കണ്ടക്ടറിനോട് ചോദിച്ചു, വഴി അറിയാമോ, പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ലാന്ന് ഞാൻ പറയുകയും ചെയ്തു. കാര്യം പുതിയ വഴി എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴിക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നാലും ഏകദേശം ഉള്ള ഐഡിയ വെച്ച് കുഴപ്പമില്ലാണ്ട് പോകാമെന്നുള്ളൊരു ധൈര്യം എനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഹൈവേയിലേക്ക് കയറുന്നതിനായിട്ട് വന്നിരിക്കുന്ന ആ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു സർവീസ് റോഡ് വഴി ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഇടത്തോട്ട് തിരിഞ്ഞ് പോയതിന് ശേഷമാണ് നമുക്ക് ഹൈവേയിലേക്കുള്ള എൻട്രി ഉള്ളത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ കറങ്ങി തിരിഞ്ഞ് ഒന്ന് വേണം ഈ ഹൈവേയുടെ ഇടത് ഭാഗത്തേക്ക് കയറുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെ കറങ്ങി ഞങ്ങൾ ഹൈവേയിലെ ആ ഒരു കാഴ്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു ഹൈവേക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ. ഹൈവേയുടെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ്. 966 എന്നാണ് നമ്മൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ഈ പോരുന്ന സമയത്ത് ഇവിടെ നാഷണൽ ഹൈവേ 966ലേക്ക് സ്വാഗതം എന്ന ഒരു ബോർഡ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ബസ് ഇപ്പോൾ ഹൈവേയിലേക്ക് പുതിയ റോഡിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവൻ ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാഴ്ചകൾ ആയിട്ട് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ രാമനാട്ടുകര കഴിഞ്ഞ അടുത്ത ആ ഒരു സ്റ്റോപ്പ് എന്നൊക്കെ പറയണേ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ഹൈവേ ശരിക്കും ഫ്ലൈ ഓവറിന് മുകളിൽ കൂടിയാണ്. അതായത് പണ്ട് നമ്മൾ കണ്ടിരുന്ന ആ സ്റ്റോപ്പുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു ഈ ഒരു സ്ഥലത്ത്. കാര്യം ഒരു സർവീസ് റോഡിൽ കൂടിയാണ്, പഴയ റോഡിൽ കൂടിയാണ് പോകുന്നത് എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാഴ്ചകൾ, ആ ഒരു സ്ഥലത്തിൻ്റെ ആ പഴയ സ്ഥലത്തിൻ്റെ ആ ഒരു കാഴ്ചകളൊന്നും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതൊരു പ്രത്യേകത. ഏകദേശം ഒരു 10-30 അടിയോളം താഴ്ചയിലൂടെയാണ് ഇവിടെ ഈ ഹൈവേയുടെ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. അതേപോലെ ആ പഴയ റോഡിൻ്റെ ഭാഗങ്ങൾ ശരിക്കും ഇവിടെ ഇതുപോലത്തെ പാലങ്ങൾ പല സ്ഥലത്തും ഞാൻ കണ്ടു, ഇങ്ങനെ ക്രോസ് ചെയ്ത് ഉള്ള പാലങ്ങൾ. അപ്പോൾ ഇത്രയും താഴ്ചയിലും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ ഒരു പ്രദേശത്ത് ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് മണ്ണിൻ്റെ അഭാവം വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു ഇത് നികത്തുന്നതിനും അതേപോലെ ഈ പ്രദേശത്ത് വളരെയേറെ കയറ്റം ഇറക്കമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ കയറ്റം ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇതുപോലെ ഉള്ള കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ താഴ്ചയിലൂടെ കടന്നു പോകുന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്ന് പോകുന്നത്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് ചേളാരി എന്ന ഭാഗത്ത് എത്തിയിരിക്കുമ്പോഴും ഹൈവേ ഇപ്പോൾ ശരിക്കും ഒരു ഇതിൻ്റെ മുകളിലാണ്, ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര നമ്മൾ കാണുമ്പോൾ ചേളാരിയിലെ പണ്ടുള്ള കാഴ്ചകൾ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ചേളാരി എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു IOC ബോട്ട്ലിംഗ് പ്ലാന്റ്, ഇന്ത്യൻ ബോട്ട്ലിംഗ് പ്ലാന്റിൻ്റെ ഒരു കാഴ്ച എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തതാണ് ആ ഒരു പ്രസ്ഥാനം. കാരണം ഞാൻ അവിടെ കുറേ നാൾ ലോറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചേളാരിയുടെ ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ
ഇതുപോലെയുള്ള പാലങ്ങളാണ് വീണ്ടും ഈ രണ്ട് കരകളെയും തമ്മിൽ യോജിപ്പിക്കുന്നത്. വീണ്ടും ഈ പോകുന്ന ഭാഗത്തും ഏകദേശം 10-30 അടി താഴ്ചയിലൂടെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പുതിയ ഹൈവേയിലൂടെയാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു റോഡിൻ്റെ പണി പുരോഗമിക്കുന്നത്. ഏകദേശം 6 ലൈനിൽ 30 മീറ്ററിന് മുകളിൽ വീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു റോഡിൻ്റെ ഭാഗത്തിന്. ഇവിടെ നമ്മൾ പണ്ടൊക്കെ ഇതിൽ കടന്നു പോകുമ്പോൾ, അതായത് ഒരു 5, 6, ഒരു 8 കൊല്ലം മുമ്പൊക്കെ ഇതിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഓരോ വീടിൻ്റെയും മുൻവശത്ത് ആ ഒരു മതിലേൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ചെറിയ ബോർഡുണ്ടായിരുന്നു. അതായത് ഈ ഭാഗം ചുങ്കം റോഡിന് വിട്ടുകൊടുക്കുന്നതല്ല, ചുങ്കപ്പാതയ്ക്ക് വിട്ടുകൊടുക്കുന്നതല്ല, അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം ചുങ്കപ്പാതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതല്ല എന്ന് മിക്കവാറും എല്ലാ വീടിൻ്റെ മുമ്പിലും ബോർഡുണ്ടായിരുന്നു. പക്ഷേ അത് എത്ര നെഗറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അതുപോലെ ഇന്ത്യയിൽ മുഴുവൻ ഏകദേശം ഇതേപോലെ 40-45 മീറ്റർ വീതിയുള്ള എക്സ്പ്രസ് ഹൈവേകളിലടക്കമുള്ള റോഡുകൾ വരുമ്പോൾ നമ്മൾ മാത്രം, നമ്മുടെ നാട്ടിൽ മാത്രം വെറും 2 വരി പാതയിലൂടെ അതും കഷ്ടി 2 വരി പാതയിലൂടെ ഒരു വണ്ടിക്ക് ഒരു വണ്ടിയെ കയറി പോകാൻ പാടില്ല, പോകാൻ കഴിയാത്ത വിധത്തിൽ, അതും പ്രത്യേകിച്ചും ഏതാണ്ട് ലോറികൾ, വലിയ ട്രക്കുകളൊക്കെ വരുന്ന ഒരു വഴി കൂടിയാണിത്. അപ്പോൾ അതേപോലെ വലിയ രീതിയിലുള്ള വൻ കയറ്റിറക്കങ്ങളുമുള്ള ഒരു റോഡ് തന്നെയാണിത്. അപ്പോൾ ഒരുപാട് താമസം, നമുക്ക് ഏകദേശം ഇവിടുന്ന് ശരിക്കും 3.5 മണിക്കൂറാണ് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് KSRTC അനുവദിച്ചിരിക്കുന്നത് തൃശ്ശൂർ വരെ. അപ്പോൾ ഈ അന്നത്തെ ആ ഒരു രീതി വച്ചിട്ട് 3.5 പോയിട്ട് 4.5 മണിക്കൂറിൽ 5 മണിക്കൂർ ഓടിയാൽ പോലും ഈ ബസ് തൃശ്ശൂർ എത്തില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. കുറച്ച് നമ്മുടെ ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണോ അതിന് കാരണം എന്നുള്ളത്. കാരണം നമ്മൾ സമയബന്ധിതമായിട്ട് ആ സ്ഥലമൊക്കെ വിട്ടുകൊടുത്തെങ്കിൽ പോലും അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുകയുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ വിട്ടുകൊടുക്കുന്നതിന് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ. ഏതായാലും കടന്നു പോകുന്ന ഭാഗത്ത് പല സ്ഥലത്തും 30-40 അടി താഴ്ചയിലേക്കാണ് റോഡ് കടന്നു പോകുന്നത്. സർവീസ് റോഡ് ഒരുവിധം തെറ്റില്ലാതെ ചെയ്തു വച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാത്ത വിധത്തിൽ തന്നെ വണ്ടികൾ കടന്ന് പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പുരോഗമിച്ച് വരുന്നേ ഉള്ളൂ. അതായത് അവിടുന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റി സ്ഥലമൊക്കെ ലെവൽ ചെയ്ത് ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ആ റോഡിൻ്റെ പണികൾ അവിടെ കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും അവിടുന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് പഴയ ആ ഒരു ഭാഗത്തുകൂടി തന്നെ പോവുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു എടരിക്കോട് പഞ്ചായത്ത് എന്ന് പറയുന്ന ആ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോൾ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളാണ്. ഈ റോഡിൽ കൂടെ ഒരു തിരിവെടുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പുതിയ റോഡിൻ്റെ ഒന്ന് ക്രോസ് ചെയ്ത് ആണ് അതിൻ്റെ അടിയിലൂടെ, ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും വീതി മാത്രം, ഏകദേശം ഒരു 10-15 മീറ്റർ കഷ്ടി വീതികൾ മാത്രം ഉള്ള ഒരു വണ്ടിക്ക് വേറൊരു വണ്ടിയെ കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും തിരക്കുള്ള ഒരു റോഡ് തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏത് സമയത്തും ബസ്സുകളും കാറുകളും ലോറികളും ഒക്കെ ചീറിപ്പായുന്ന ഒരു റോഡ്. അപ്പോൾ ഏതായാലും ഈ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശമൊക്കെ നമുക്ക് കടന്നു പോകണമെങ്കിൽ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഏതായാലും നമ്മുടെ കേരളത്തിൽ വളരെ
കുറച്ച് മാത്രം ഇപ്പം കാണുന്ന കുറച്ച് നെൽപ്പാടങ്ങളുടെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ എടരിക്കോട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലേക്ക് ഞാനിങ്ങനെ ഈ ഒരു പ്രത്യേക സ്ഥലം മാത്രം മെൻഷൻ ചെയ്യാൻ കാരണം, ഇത് കഴിഞ്ഞ് വരുന്ന സ്ഥലം ചങ്കുവെട്ടി എന്ന് പറയുന്ന കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഇത് മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോട്ടക്കൽ ചങ്കുവെട്ടി അങ്ങനെ ഒരു പ്രദേശം 2 പേരിൽ അറിയപ്പെടുന്നു. ഒരു പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ കടന്നു പോകുന്ന ഭാഗം ചങ്കുവെട്ടി എന്നും അതിന് താഴെയുള്ള ഭാഗമാണ് ശരിക്കും കോട്ടക്കൽ എന്നും അറിയപ്പെടുന്നത്. ഈ ഒരു സ്ഥലം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇതിനൊരു ചരിത്രം പറയുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ, അതായത് 1800 1900 ആ ഒരു കാലഘട്ടത്തിൽ ആദ്യ പകുതിയിൽ ഈ ഒരു സ്ഥലം വള്ളുവനാട് രാജാവിൻ്റെ പട്ടാള താവളമായിരുന്നു എന്നുള്ള ഒരു അറിവാണ് അങ്ങനെ പറയുമ്പോൾ ഉള്ളത്. അതേപോലെ ഇത് പഴയ നെടിയിരുപ്പ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് സാമൂതിരി യുടെ സാമ്രാജ്യമായിരുന്ന നെടിയിരുപ്പ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ ജന്മി നാടുവാഴി സമ്പ്രദായം ആണ് ഇവിടെ നിലനിന്നിരുന്നത്. ഏകദേശം 12 നൂറ്റാണ്ടോളം, അതായത് 1200 വർഷക്കാലത്തോളം ഈ ജന്മി നാടുവാഴി സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ മദ്രാസ് സംസ്ഥാനം എത്ര വലുതായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അതിന് മുമ്പുള്ള ആയിരിക്കണം ഒരു പക്ഷേ, കാരണം ടിപ്പു സുൽത്താൻ്റെ ഒരു കാലം എന്ന് പറയുമ്പോഴത്തേക്കും അതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആ ഒരു കാലത്തോടെ ചേർന്ന് വരുമെങ്കിലും ഒരുപക്ഷെ അതിന് കുറേ മുമ്പായിരിക്കണം ടിപ്പു സുൽത്താനും ഈ ഒരു സ്ഥലം ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ടെന്ന് ഉള്ള ഒരു കാര്യം കൂടി അതിലുണ്ട്. അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം ഒക്കെ വലിയ രീതിയിൽ നടന്നിരുന്ന ഒരു സ്ഥലമാണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഈ ചങ്കുവെട്ടിയിലുണ്ട്. കാരണം നമ്മൾ കോട്ടക്കലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗത്ത്, കോട്ടക്കലിൽ നിന്ന് വന്ന് ഹൈവേയിലേക്ക് കയറുന്ന വണ്ടികളുടെ തിരക്ക്, അങ്ങനെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഒരുവിധം തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ. ഇന്ന് ശനിയാഴ്ച ആണ്. അതേപോലെ സമയം അത് 3:30-4 മണിയോട്ട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥയായിരുന്നു പറയുന്നു. അതിൽ കിഴക്കേ കോവിലകം, സാമൂതിരി കോവിലകം, ആഴ്വാഞ്ചേരി മന, അങ്ങനെ 3 വലിയ വീട്ടുകാരുടെ കുടുംബങ്ങളെ, അതായത് ജന്മി കുടുംബങ്ങളായിരുന്നു, അവരെ കീഴടക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചങ്കുവെട്ടി കോട്ടക്കൽ പ്രദേശങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വള്ളുവക്കോനാതിരിയുടെ നമ്മൾ പലപ്പോഴും പല ചരിത്ര രേഖകളൊക്കെ കാണാൻ നമ്മൾ വള്ളുവക്കോനാതിരിയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേനാപതിയായിരുന്ന മൂസത് പടി കഴിപ്പിച്ച കോട്ട, അതേപോലെ കിടങ്ങുകൾ, കൊത്തളങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് കോട്ടക്കൽ എന്ന ഒരു പേര് സിദ്ധിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ ആ കോട്ടക്കലിലെയും ചങ്കുവെട്ടിയിലെയൊക്കെ കാഴ്ചകളിൽ നിന്ന് പതുക്കെ ഹൈവേയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ ഒരു സ്ഥലത്ത് ജന്മി കുടിയാൻ വ്യവസ്ഥ അതിൻ്റെ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏകദേശം 1200-ഓളം വർഷം ആ ഒരു വ്യവസ്ഥ ഇവിടെ, ജന്മി കുടിയാൻ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ജന്മി നാടുവാഴി സവർണ കുടുംബങ്ങളും കീഴാള അടിസ്ഥാന വർഗവും എന്നിങ്ങനെ 2 തട്ടുകളിലായിരുന്നു ഇവിടുത്തെ ജനത ശരിക്കും വിഭജിക്കപ്പെട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇടത്തരക്കാരെന്ന് പറയുന്നത് വളരെ കുറച്ചാണ് ഉണ്ടായിരുന്നത് എന്നുള്ള നമ്മൾ ചരിത്ര രേഖകളുണ്ട്. നമ്മൾ ചങ്കുവെട്ടി കഴിഞ്ഞ് നേരെ വീണ്ടും
ആ ഹൈവേയുടെ കാഴ്ചകളിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന ഭാഗത്ത് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും നല്ല ഒരു താഴ്ചയിലൂടെ പഴയ റോഡ് പോയിരുന്നതിൽ നിന്ന് ഏകദേശം ഒരു 30 അടിയോളം താഴ്ചയിലൂടെയാണ് പല സ്ഥലത്തും റോഡ് പോകുന്നത്. അങ്ങനെ ഒരു ടോൾ പ്ലാസയുടെ പണി നടക്കുന്ന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോൾ പ്ലാസ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളാഞ്ചേരി കഴിഞ്ഞുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ച് നേരെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മൾ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വളാഞ്ചേരിയിലെ ഒരു റോഡിലുള്ള ഒരു തിരിവ്, ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രദേശത്ത് ഒരുപാട് വണ്ടികൾ, പ്രത്യേകിച്ചും ടാങ്കർ ലോറികൾ, ഗ്യാസ് ആയിട്ട് വരുന്ന ടാങ്കർ ലോറികൾ മറിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഇല്ലാത്തതായിരിക്കാം ഡ്രൈവർമാർക്ക്, ഒരു അറിവ് കുറവ് ആയിരിക്കാം ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹൈവേയുടെ ജോലികൾക്കായിട്ട് ഇവിടുന്ന് മണ്ണ് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റോഡിൽ മുഴുവൻ നനഞ്ഞ തെന്നിക്കിടക്കുന്ന ഒരു രീതിയാണ്. വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വണ്ടി ചവിട്ടിയാൽ നിൽക്കില്ല, സ്കിഡ് ആവാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ ഉണ്ട്. ഏതായാലും ഈ മഴയൊക്കെ കുറച്ച് കുറയുമ്പോഴത്തേക്കും ആ കാഴ്ചകളൊക്കെ മാറുമായിരിക്കും. ഇതാണ് ഇവിടുന്നൊക്കെ മണ്ണ് ശരിക്കും ഇപ്പോഴും എടുത്തുകൊണ്ട് പോയി പല ഭാഗങ്ങളിലും ഫില്ല് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഹൈവേയുടെ പുതിയ ഭാഗങ്ങൾ അല്ലെ ക്രോസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് വീണ്ടും പോകുന്നത്. പക്ഷേ ഈ ഫ്ലൈ ഓവർ ചെയ്ത് വച്ചിരിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്ത് ആണ് പോകുന്നത്. അതിൽ ഏകദേശം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ഒരു യാത്ര സാധ്യമാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ ഇനി മിക്കവാറും ഇത് കുറേ സ്ഥലം ചെല്ലുന്നത് വരെ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഇതുവരെ തന്നെ ഫ്ലൈ ഓവറായിട്ടായിരിക്കും പോകുന്നത്. ആ പുതിയ റോഡ് അപ്പുറത്തേക്കൂടെ മാറിപ്പോയി നമ്മൾ ഇനി കുറ്റിപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ വളാഞ്ചേരിയുടെയൊക്കെ കാഴ്ചകളിലേക്കാണ് ചെല്ലുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വല്പം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു, കാരണം ഒരു പക്ഷേ ലോറി ഡ്രൈവർമാർക്കൊക്കെ ഒരു ഭീഷണി, അതായത് അറിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ കുറച്ച് ലാവിഷായിട്ട് ഓടിക്കുന്നവർക്കൊക്കെ ഉള്ളൂ കേട്ടോ. മര്യാദയ്ക്ക് കൊണ്ട് കൊടുക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ കഴിഞ്ഞ് വളാഞ്ചേരിയുടെ ഒരു കാഴ്ചകളിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ബ്ലോക്കാണ് ഫ്രണ്ടിൽ. നല്ല ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിൽ തന്നെ ആ ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് ഇപ്പോൾ ഏകദേശം 4-4:30 മണിയോളം ആവുന്നു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജുകളും സ്കൂളും ഒക്കെ വിടുന്ന ഒരു സമയം, അതേപോലെ ഓഫീസുകൾ വിടുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് ആകുമ്പോഴത്തേക്കും, അതേപോലെ തന്നെ റോഡിൽ കാറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അവരുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും വലിയ രീതിയിലുള്ളൊരു തിരക്ക്. ഏതായാലും മുമ്പിലൊരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളറൊക്കെ ഒരു കളർ കോഡ് കൊണ്ടൊന്നുകൂടി വൈറ്റ് മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ മൾട്ടി കളർ ഇഷ്ടം പോലെ ബസ്സുകൾ നമ്മുടെ റോഡിൽ കൂടെ ചീറി പായുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും ഇനി കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ, കുറ്റിപ്പുറത്തിൻ്റെ കാഴ്ചകളാണ്. അവിടെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങി വീണ്ടും നമ്മുടെ ഇവിടുന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും നിളയുടെ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ നിളാനദി അതായത് ഭാരതപ്പുഴ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ആ ഒരു പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ. അതേപോലെ ഭാരതപ്പുഴയുടെ ചെറിയ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നുള്ളൂ. ഏതായാലും അതൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.